അപ്പോൾ ചേട്ടൻ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പെർഫോം ചെയ്യൂ കേട്ടോ. പ്രായം കുറേ ആയതുകൊണ്ട് ഓർമ്മക്കുറവുണ്ടാവും ചിലപ്പോ. അയ്യോ സ്റ്റെഫി മറന്നു പോകുന്നുണ്ട്, പക്ഷെ അവള് പറയുന്നത് പ്രായക്കുറവിന്റെ അല്ല പ്രിപ്പറേഷന്റെ കുറവെന്നുള്ളതാണ്. അതെ എക്സാക്ട്ലി, ഞാൻ നിങ്ങളെ പോലെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടാന്നല്ല വലിയച്ചാന്ന് വിളിച്ചു, അത്രയും വയസ്സുണ്ട്. 42 ഞാൻ ഇവിടെ വന്ന് രാവിലെ തന്നെ വന്നു. 10 മണിക്ക് വന്നപ്പോ എന്നെ വെളുത്തതാട്ടോ, മുടിമാൽ തന്നെ മീശൊക്കെ വെളുത്തതാ. അപ്പൊ എന്നോട് മേക്കപ്പ് ചെയ്യുന്ന പയ്യൻ പറഞ്ഞു നമുക്ക് കറുപ്പിച്ചാലെന്നാണ്. ഇത് വെച്ച് കറുപ്പിച്ചതിന് ശേഷം ഞാൻ മാസ്കും വെച്ച് ഇതിലൊക്കെ കടന്ന് കുറച്ച് കഴിഞ്ഞാൽ കൊണ്ട് മീശയും താടിയൊക്കെ മാസ്കിന്റെ അകത്ത്. എന്താ ചെയ്യാൻ എന്നാ പുള്ളി ചെയ്യട്ടെ. ശ്രമം നടത്താം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധുലാൽ കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി സ്വദേശിയാണ്. കൊയിലാണ്ടി എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ പോരേൻ്റെ അടുത്ത് കുറച്ച് പോയാൽ പൂക്കാട് എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സ്ഥലമുണ്ട്. പൂക്കാട് തന്നെ അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്, പൂക്കാട് കലാലയം. പൂക്കാട് കലാലയത്തിന് അതിലേറെ ശ്രദ്ധേയനായിട്ടുള്ളൊരു പ്രിൻസിപ്പാളുണ്ട്, ശിവദാസേട്ടൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവേട്ടൻ. വാദ്യകലാകാരനാണ് ശിവേട്ടൻ. ശിവേട്ടൻ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു തമാശ ആസ്വാദകനാണ്, നല്ലോണം തമാശ പറയുകയും ചെയ്താണ്. അപ്പോൾ ശിവേട്ടൻ്റെ 1-2 തമാശകൾ ഒന്നിങ്ങനെ വലിച്ചു നീട്ടിയിട്ടൊക്കെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുകയാണ്. ശിവേട്ടൻ്റെ പോരേൻ്റെ തൊട്ടേ അപ്പുറത്ത് കല്യാണം. അപ്പോൾ ശിവേട്ടനുണ്ട്, പിന്നെ 3 ആൾക്കാരുണ്ട്. ഇവർ 3 ആളും അവിടുത്തെ പ്രശസ്തരായ പൈസക്കാരാണ്. ഇവരുടെ വീട്ടിലെ വില പിടിച്ച നായ്ക്കളെ കുറിച്ചുള്ള ചർച്ചയാണ്. എൻ്റെ പുരയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡാ. ഞാൻ വിളിക്കാൻ മാത്രമേ മൂപ്പരെന്തേലും വന്ന് തിന്നുള്ളൂ. അപ്പം മറ്റേ ആൾ എൻ്റെതേതാണെന്നറിയാം, എനിക്ക് റോട്ട് വീലറാ, സിംഹത്തിന് വരെ കടിച്ചു കൊല്ലാൻ കരുത്തുള്ള സാധന. 3-മത്തെ ആള് എൻ്റെതേതാണെന്നറിയോ, വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ നീന്താൻ കരുത്തുള്ള സാധനം ലാബർ ഡോഗ്. ശിവേട്ടൻ എന്തും മാറിയെന്ന് കേൾക്കുക. പെട്ടെന്ന് ഇവർക്ക് തോന്നി ശിവേട്ടൻ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ. അപ്പം അല്ല ശിവേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഇപ്പം ശിവേട്ടെ, നായ്ക്കളെ ചർച്ചയിൽ ഞാനെന്ത് പറയാനാ. ഇത് കേട്ടാരോ കൂട്ടത്തിൽ ഒരാൾക്ക് കത്തി. അയാൾ പറഞ്ഞ അല്ല എന്നാലല്ല ഞങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഉടൻ തന്നെ ശിവേട്ടെ, പോറ്റുന്ന നായ്ക്കൾ നല്ലതായിക്കണമെന്ന്. എങ്ങനെയുണ്ട്? പെട്ടെന്ന് കൊടുത്ത മറുപടിയാ. ഇത് കേട്ടേം വൈകി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ആൾ വടക്കോട്ടും മറ്റേ തെക്കോട്ടും മറ്റവനങ്ങോട്ടാ പോയെന്ന് കണ്ടിട്ടില്ല. അപ്പം ശിവേട്ടൻ തിരിഞ്ഞിനെ താനേ പറയാ, ഈറ്റ നായ്ക്കളൊന്നും ഇന്ത്യ പോലെയില്ല. ശിവേട്ടൻ ഇങ്ങനെ കോമഡി പറയുന്ന ആളാണ്. അപ്പോൾ ശിവേട്ടൻ്റെ അമ്മ, പൊതുവെ നാട്ടിൻ പുറത്തൊക്കെ നമുക്കറിയാം എന്തെന്നാ, അധികം പ്രായമായി കഴിഞ്ഞാൽ ആളുകൾ വളഞ്ഞു പോകും, നടുവങ്ങ് വളഞ്ഞു പോകും, പിന്നെ നീരൂല, പക്ഷേ ആരോഗ്യം ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ദിവസം ശിവേട്ടൻ്റെ വീട്ടിൽ അതിഥികൾ വന്നു. അപ്പം അമ്മേനെ കാണുന്നില്ല. അമ്മേ ആ അമ്മേ, അപ്പോൾ ദൂരെ ഇവിടേക്ക് ആൾ വന്ന് നിങ്ങളവിടെ പോയാൽ ഇങ്ങോട്ട് വരി. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൈസ ആൾക്കാർ എവിടെയും പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് ഓലമടൽ, വിറകിൻ്റെ കൊള്ളി, കൊതുമ്പിൽ ഇതൊക്കെ കണ്ടാൽ പതുക്കെ എടുത്തുകൊണ്ടുവരും, കത്തിക്കാലോ. അപ്പം പതുക്കെ വരുന്ന വഴിക്കുണ്ട് ചെള്ള് അറുത്തിട്ടിട്ടുള്ള ഒരു ഓല തുച്ച്. ഓല മുഴുവനില്ല, ഓലേൻ്റെ തുച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടേമ്പോൾ 32 പൊതുവെ പറഞ്ഞിട്ടാണല്ലോ. നേരെ വയ്യിലിങ്ങനെ പിടിച്ച് നടന്ന് വന്ന് മുറ്റത്ത് കയറി നിന്നത് നല്ല ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിലാണ്. എവിടെ നിന്ന് വന്ന് പെട്ടെന്നൊന്നും അറിയില്ല, ചോന്ന ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഇത് വയ്യ പിടിക്കുകയും ചെയ്തിക്ക്. എറുമ്പ് കടിച്ചപ്പം 36 ഇങ്ങനെ കടിക്കുക. അപ്പം ശിവേട്ടെ വിരുന്ന് വന്ന ആൾക്കാർ നോക്ക് നല്ല മയക്കാരുണ്ട് തോന്നിട്ടോ, എൻ്റെ അമ്മ അതാ പീലി വിടർത്തി നൃത്തമാടുന്നാന്ന്. അപ്പോൾ ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം, അതായത് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പുതിയ ബ്ലൗസ് അടുപ്പിക്കണം. ആർക്ക്? ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക്. അപ്പോൾ പൂക്കാട് നിൽക്കുന്ന പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു കെട്ടിടം, താഴെ നിരപ്പീടിയ മരത്തിൻ്റെ കോണിയാണ്. അത് കയറിപ്പോകുമ്പോൾ നമുക്ക് കേൾക്കാം, ഇങ്ങനെ കയറിപ്പോകുന്നു ഇറങ്ങി വരുന്നു കേൾക്കാം. അപ്പോൾ ശിവേട്ടൻ്റെ തൊക്കിൽ തുണിയൊക്കെ വെച്ചിട്ട് മേലോട്ട് കയറി പോകുമ്പോൾ താഴെ ചന്ദ്രട്ടെ, ശിവേട്ട അടേക്കാ, ഞാൻ പെണ്ണുങ്ങളെ ബ്ലൗസ് അടുപ്പിക്കാൻ കൊടുക്കട്ടെ എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ. അപ്പം ഇറങ്ങി വരുന്നു. എന്തായി? ഒരാഴ്ച കഴിഞ്ഞ് ശിവേട്ടൻ മേലോട്ട് കയറിപ്പോയി ഇറങ്ങി വരുന്നു. നേരം കാണുന്നില്ല, ഇത് സാധനം അടിച്ചു വാങ്ങി കാണുന്നില്ല. എന്തായി? 2 ദിവസം കൂടിയും കഴിയട്ടെ. 2 ദിവസം കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. കയറിപ്പോയി താഴോട്ട് ഇറങ്ങി വന്ന് എന്തായി? അടിച്ചു കിട്ടിയോ? 2 ദിവസം കൂടിയും കഴിയട്ടെ എന്ന്. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുണ്ടൊക്കെ മടക്കി കുത്തി കയ്യൊക്കെ പിന്നെ കയറിപ്പോന്ന് ഇങ്ങനെ കയറിപ്പോയി അതേപോലെ ഇറങ്ങി വരുന്നു. അപ്പോൾ ചന്ദ്രേട്ടൻ തൊക്കിൽ സാധനം കണ്ട് അടിച്ച് കിട്ടിയില്ലേ ശിവേട്ടെ, അടിച്ച് വാങ്ങിന്ന്. സംഗതി മൂപ്പര് നല്ല അവിടെ പൊരിഞ്ഞ യുദ്ധം നടന്നിക്ക്, അങ്ങനെ അടിച്ച് വാങ്ങി. കലാലയത്തിൽ, പൂക്കാട് കലാലയത്തിൽ നവരാത്രി തുടങ്ങിയാൽ, അതായത് നവരാത്രി ആരംഭം മുതൽ
ഗ്രന്ഥം വെച്ചെടുക്കുന്നവരെ ഗംഭീര പരിപാടിയായിരിക്കും. സംഗീത കച്ചേരി ഉണ്ടാവും, അതുപോലെ എന്തെല്ലാം പരിപാടി, എല്ലാ പരിപാടി. പ്രിൻസിപ്പാളാണ് ആര്? ശിവേട്ടൻ പ്രിൻസിപ്പാളാണല്ലോ. എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം മൂപ്പർ തലയിലാണ്. മൂപ്പർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല, ഒരുത്തേൽ ഇങ്ങനെ മാറി നിൽക്കും. ഉഷാറായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയുള്ളൂ. പണിയൊക്കെ ഓരോരുത്തർ ചെയ്യും, ഉത്തരവാദിത്തം ഉണ്ട് തലയിൽ. അപ്പോൾ പൂജ നാളെയാണ്. അപ്പോൾ തലേന്ന് പൂജ ചെയ്യുന്ന കർമ്മി വന്നിട്ട്, അല്ല ലിസ്റ്റേ ലിസ്റ്റ് സാധനം കണ്ടാൽ ഉണ്ട്, പിന്നെ മലര്, അവില്, എണ്ണ, എല്ലാ സാധനം ഉണ്ടല്ലോ. അല്ല ഇതിൽ പാളയുടെ മറ്റേ കവുങ്ങിൻ്റെ പാള ഉണ്ടല്ലോ, കവുങ്ങിൻ്റെ പാള എന്നാ മനസ്സിലായില്ലേ? കവുങ്ങിൻ്റെ പാളയിൽ കാണുന്നില്ലല്ലോ. പാളയില്ലാണ്ട് എങ്ങനെയാണ് പൂജ നടത്തുന്നത്? നിങ്ങൾ പാളയായിരുന്നു ശിവേട്ടൻ ഇങ്ങനെ വിചാരിക്കുക. പ്രശ്നം എന്ന് വെച്ചാൽ പാള ഇല്ലെങ്കിൽ പൂജ നടക്കൂല എന്നുള്ള അവസ്ഥയായി. പാള വേണം, പാള വേണം, പാള വേണം. അപ്പോൾ ശിവേട്ടൻ കയറി, തൽക്കാലം പ്രിൻസിപ്പാള മതിയോ? പ്രിൻസിപ്പാള. കോഴിക്കോട് ജില്ലാ കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ശിവേട്ടനൊന്നും ഒഴിവില്ല. അത്രയും വാദ്യം അന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി നമ്മൾ ഇത് കേസറ്റ് ഇടുക, അല്ല എന്താ പറയുക, പിന്നെ പെൻഡ്രൈവ് കൊണ്ടുപോയിട്ടുള്ള പരിപാടിയല്ല. അന്ന് ഓൾറെഡി ലൈവ് സ്റ്റേജിൻ്റെ മോള് ഭരതനാട്യം കളിക്കുന്ന ഇവിടുന്ന് പാട്ടുകാർ പാടുന്നു, പക്കവാദ്യക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ശിവേട്ടൻ തിരക്കാണ്. അപ്പോൾ ഒരു സ്റ്റേജിൽ മൃദംഗം വായിച്ച് കഴിഞ്ഞ് ശിവേട്ടൻ ഇറങ്ങി വിടും. അപ്പോൾ നടുക്കത്തെ സ്റ്റേജിൻ്റെ മോൾ തിരുവാതിരക്കളി, അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റേജിൻ്റെ മോള് മോഹിനിയാട്ടം. അതിന് വായിക്കാനാണ് ഓടിപ്പോയി തിരുവാതിരക്കളി സ്റ്റേജിന് നേരെ ബാക്കിലെത്തി. അന്നേരമാണ് ഒരു ഡാൻസ് മാഷ് ഓടി വന്നിട്ട്, മാഷേ നിൽക്ക് ശിവേട്ടനാച്ച അങ്ങനെ ഇങ്ങനെ പിടിച്ചേക്ക്. ശിവേട്ടൻ ഇങ്ങനെ വേർപ്പിടി അടുത്ത സ്റ്റേജ്. അല്ല ശിവേട്ട, തിരുവാതിര കഴിഞ്ഞാൽ എന്താ? പുണർദം. അത് കഴിഞ്ഞാൽ തൃക്കേട്ട. അറപ്പിന് മറുപടി, അല്ലാണ്ട് വേറെ രക്ഷയില്ല. നാട്ടിൽ ഒരു മാരാരുണ്ട്, ശിവേട്ട പൂക്കാട് മാരാര് എന്ന് എല്ലാവരും വിളിക്കുക. ഈ മാരാര് പൊതുവെ തൊഴിലല്ലേ ചെയ്യുക. മൂപ്പര് രാഷ്ട്രീയത്തിലേക്കാട്ട് ഇറങ്ങി. മറ്റ് അങ്ങനെ ഒരസലുണ്ടാകുമല്ലോ, രാഷ്ട്രീയ ഒരസൽ. കാരണപ്പട്ടം കിട്ടിയ ഒരു ദിവസം രാത്രി അടിച്ചിട്ട് നിലംപരിശാക്കി കളി എന്നൊക്കെ പറയില്ലേ, അടിച്ച് നിലംപരിശാക്കി കളി. പൂക്കാട്ടങ്ങാടിയിൽ രാവിലെ തന്നെ ചർച്ച ചെയ്താൽ മാരാരെ അടിച്ച് മാരാർക്ക് കണക്കിന് കിട്ടി. മാരാരെ നിലംപരിശാക്കി എമ്മാര് കിട്ടലാ കിട്ടി. ശിവേട്ട നിങ്ങൾ ഇവരറിയില്ലേ മാരാർക്ക് അടി കിട്ടി? ശിവേട്ടെ പണ്ടൊക്കെ ചെണ്ടയ്ക്കായിരുന്നു, ഇപ്പം മാരാർക്കാ. മീമാങ്ങാൻ ഇറങ്ങിയതാ പൂക്കാട്. മീമാങ്ങാൻ ബഷീർ വന്നു. ബഷീറേ എന്തെന്നാ മീനുള്ളേ? ശിവേട്ട നിങ്ങൾക്ക് വേണ്ട മത്തീൻ്റെ അയിലേണ്ട എല്ലാ സാധനം ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, ഇനി ഒരു 50 റുപ്യക്ക് എന്താ വെച്ചാൽ അങ്ങോട്ട് പൊതിയും. അയ്യോ എൻ്റെ ശിവേട്ട പൊതിഞ്ഞ് തരാൻ ഇലയില്ല, പേപ്പറും ഇല്ല. അങ്ങോട്ട് കാര്യം ചെയ്യും, നിങ്ങൾ 2 തേക്കിൻ്റെ ഇലയും എടുത്തോളി. ശിവേട്ടനുടൻ തന്നെ എനിക്ക് ഒറ്റയ്ക്കാകില്ല മോനെ, ഒരു ലോറി വിളിക്കേണ്ടി. അതെന്തിനാ? ഇനി എന്നോട് എന്താ പറഞ്ഞത്? 2 തേക്കിൻ്റെ ഇലക്കല്ലേ, 2 തേക്കിന് എത്ര ഇല ഉണ്ടാകൂടോ? കലോത്സവം തുടങ്ങി, തിരക്ക. ഒരു ദിവസം ഇത് പിന്നെ ഭജനയ്ക്ക് വയലിനാണ് വായിക്കുക, തബല വായിക്കാൻ ആൾക്കാണ്. അപ്പം വയലിൻ വായിക്കേണ്ട ആൾക്ക് എത്താൻ കഴിയില്ല. അന്ന് ഇവൻ എങ്ങനെയോ വിവരം കിട്ടി. ശിവേട്ടനെ കണ്ടുമ്പോഴേക്ക്, മാഷേ നമസ്തേ, ഇന്ന് കച്ചേരി. ഉണ്ട് കച്ചേരി അല്ല ഭജനയല്ല, ഭജന. അപ്പോൾ ഈ ഭജനയ്ക്ക് ഈ വയലിനിസ്റ്റ് ഇല്ലല്ലോ. ഇല്ല, ഞാൻ പോരാ. ഇനി പോരാന്ന് എനിക്ക് മനസ്സിലാക്കി. അതിനെക്കൊണ്ട് ഞാൻ ലാലുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. തക്കെന്നാ മൂപ്പര് മറുപടി, പെട്ടെന്ന് മറുപടി കൊടുക്കും. അപ്പോൾ ഇത്തരം ചെറിയ തമാശകളാണ് കോഴിക്കോട് പൂക്കാട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിവദാസ് ഏട്ടൻ്റെത്. ശിവദാസ് ഏട്ടൻ ഇതുപോലെ ചെറിയ കൗണ്ടറുകൾ പറയാൻ, തമാശ പറയാനും ഒരുപാട് കാലം ഇനിയും ജീവിച്ചിരിക്കട്ടെ എന്ന്, ആയുരാരോഗ്യത്തോടെ ജീവിച്ചിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയ കൗണ്ടറുകൾ നിങ്ങൾക്ക് സമർപ്പിക്കും. താങ്ക് യു വെരി മച്ച്. പൊളിച്ച് അടിക്കുക അങ്ങോട്ട്. നിങ്ങൾ വേറെ ലെവലാട്ടോ. ഒരു മധു മയൊക്കെ ഇങ്ങനെ പോയ പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ തോന്നില്ലേ? ചേട്ടാ പ്രചോദനം പറയട്ടെ. മധുരാലേ, ശരിക്കും നമ്മൾ ഈ മാലപ്പടക്കത്തിന് ഇങ്ങനെ തീ കൊളുത്തിട്ടേ അതിങ്ങനെ കടകടകടകടാന്ന് പൊട്ടി വന്ന് പോലുള്ള കോമഡി കൗണ്ടറുകളുടെ പിന്നെ അതിനകത്തെ ഗുണ്ടെന്ന് പറയുന്ന ശിവദാസ് ചേട്ടനാണ്. ഇടയ്ക്കിടയ്ക്ക് ശിവദാസ് ചേട്ടൻ അല്ലേ? അതെ, അതായത് ഈ തമാശ എഴുതി വായിക്കുന്നതും പറയുന്നതും നമ്മൾ തന്നെ ചില ആളുകൾ നമ്മൾ പറഞ്ഞ തമാശകൾ മറ്റുള്ളവരെടുത്ത് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കും പറ്റാം. ചില തമാശകൾ ചിലർ പ്രസന്റ് ചെയ്യുന്നത് പോലെ വേറൊരാൾ ചെയ്താൽ വർക്കൗട്ട് ആവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇടുക്കി ജാഫ്രിക്ക സ്കിറ്റുകൾ വളരെ ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സ്കിറ്റിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ജാഫ്രിക്ക ഒരു മന്ത്രവാദിയായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ദേവി ചന്ദന ഒരു ബാധ കയറിയ സ്ത്രീയായിട്ടിരിക്കുകയാണ്. ജാഫ്രിക്ക ഒഴിഞ്ഞു പോ ഇല്ല, ഒഴിഞ്ഞു പോയില്ല, ഒഴിഞ്ഞു പോ ഇല്ല, ഭയങ്കര മ്യൂസിക്കും സാധനമായിട്ട് കൂറി ഒരു 10-15 പ്രാവശ്യം അടിച്ചിട്ട് ഇല്ല, ഒഴിഞ്ഞു പോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈലൻസ് ഇടുമ്പോൾ ജാഫർക്ക് പതുക്കെ മൈക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ അച്ഛൻ അവിടെ നിൽക്കുക. ഇങ്ങ വന്നേ എന്ന് പറയും. അപ്പോൾ പെങ്കൊച്ചിൻ്റെ അച്ഛൻ വരുമ്പം ഇതിപ്പോൾ പോകുകയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യണം? ഇത് നമ്മളാരും ചിലപ്പോൾ ഒരു വലിയ ഉത്സവപ്പറമ്പിലൊക്കെ ഇതിപ്പോൾ പോകില്ല എന്ന് പറയണം, എന്താ ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ ഇത് ചിരിക്കില്ല.
ഇത് ജാഫർക്ക് ഒരു അത് നമുക്ക് ഇന്നും കിട്ടില്ല. ഞാൻ ചിരിച്ചെന്റെ പിടി വിട്ടെ യക്ഷി അത്ര കാര്യമായിട്ട് പറയണം പോയല്ലോ. ഞാനിത് ഉദാഹരണം പറയാൻ കാരണം ചില തമാശകൾ ഇപ്പം നിങ്ങൾ പ്രസന്റ് ചെയ്തപ്പോൾ മധുലാല് പറയുന്നതിനകത്ത് ചിലയിടത്ത് കൊണ്ട് നിർത്തിയതിന് ശേഷം അതിനൊരു കൃത്യമായ ഇടവേള, ആ ഇടവേള കഴിഞ്ഞ് കറക്റ്റ് ടൈമിന് അതുകൊണ്ട് അടിക്കുക എന്ന് പറയുന്ന കണക്ക് മധുലാലിന് വളരെ കൃത്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റാണ് മധുലാല്, ഗംഭീരമായി. പിന്നെ പിഷാരടി ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഈ കൊയിലാണ്ടി ഭാഷയാണ്, പക്ഷെ ആ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാകാത്തത് സാധാരണ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്പോഴാണ് കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പം 2 കഥകൾ മധുലാല് പറഞ്ഞു. ഒന്ന് വയലിൻ വായിക്കാൻ വേറെ ആളെ കിട്ടണം എന്ന് പറഞ്ഞൊരു കഥയും, മറ്റൊന്ന് പാള കിട്ടിയില്ല പൂജ നടക്കൂല, അത് തന്നെ കിട്ടണം എന്ന് പറയുന്നതും പറഞ്ഞപ്പം ഒരു ഓർമ്മ വന്നത്, ഒരു നാടകങ്ങളിൽ ഒരു കാലഘട്ടം, ഓൾമോസ്റ്റ് ഈ കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമാണ് സിമ്പൽ എന്ന് പറയുന്നത്. അവരുടെ പേര് പറയുമ്പോൾ തന്നെ കല്ലേറ്റൻകര സുവിധ തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ആ അടിയിലാണ് ഉറങ്ങി നിൽക്കണവനൊക്കെ ഉത്സവ പമ്പല് ഇങ്ങനെ എണീക്കുന്നത്. പിന്നെ നാടകം നടക്കുമ്പോൾ അച്ഛാ നീ എന്ത് പറഞ്ഞു, ഈ സിമ്പൽ അടിക്ക് നല്ല പ്രാധാന്യമാണ്. പക്ഷെ ഒരു ദിവസം ഈ സിമ്പൽ അടിക്കുന്നവനെ കണ്ടില്ല, മൊബൈലും ഇല്ല, ഇവൻ വന്നുമില്ല. നാടക ട്രൂപ്പിൽ മുഴുവൻ ചർച്ചയാണ്. എന്ത് ചെയ്യും ഇന്ന് ദൈവം ഈ സിമ്പൽ അടിക്കുന്നുണ്ട്. അപ്പൊ ഈ സിമ്പൽ അടിക്കുന്നവനും തബലിസ്റ്റുമായിട്ട് ചെറിയൊരു ഈഗോ വേറെ കിടപ്പുണ്ട് കുറെ നാളായിട്ട്. അപ്പൊ ഈ തബലിസ്റ്റ് മാത്രം മറ്റേ നിങ്ങളുടെ ശശിയേട്ടൻ നിന്ന പോലെ ചുമ്മാ ബിഡിയും വലിയ സൈഡിൽ നിൽക്കും, ഒരു ടെൻഷനും ഇല്ല. ഈ ട്രൂപ്പിലുള്ള ബാക്കിയുള്ള 10 പേർക്കും ടെൻഷനാണ്, എന്ത് ചെയ്യും അവൻ വന്നില്ല, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ തബലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നമ്മൾ എന്ത് ചെയ്യും, പുള്ളി വന്നില്ലല്ലോ. ഇയാള് സപ്പോസ് അയാളങ്ങ് മരിച്ചു, നമുക്ക് നാടകം കളിക്കണം, നാളെയും മറ്റന്നാളും പിറ്റന്നാളും ഒക്കെ നമുക്ക് ഷോസ് ഉണ്ടല്ലോ, അയാൾ മരിച്ചു, നമുക്ക് കളിക്കണ്ടേ? ഈ ഓണർ ചോദിച്ചു, അല്ല സിമ്പൽ ഇല്ലാതെ. എന്നാ സിമ്പലൊക്കെ ഉണ്ടായി, ഒരു കാര്യം ചെയ്യും, തന്നെ അനൗൺസ് ചെയ്യും, ഞാൻ തബലയിൽ ഒരു സാധനം ഇട്ട് തരാം എന്ന് പറഞ്ഞ് പുള്ളി തബല എടുത്ത് ഓർഡർ ഇട്ട് റെഡിയാക്കി വെച്ചു. അപ്പം പുള്ളി സിമ്പലിന് പകരം തബലയിൽ ഒരു സാധനം ഇടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നാടകം റെഡിയായി. അപ്പോൾ അമ്മയെ മാപ്പ് തരൂ, ഇതായിരുന്നു ഇന്നലെ വരെ. കേട്ടോ, എടുത്തോ. കല്ലേറ്റങ്കര സുമിത്ര തിയേറ്റേഴ്സിന്റെ 16ാമത് നാടകം അമ്മേ മാപ്പ് തരൂ. ഇത് കൊട്ടിന്ന് മാത്രല്ല, ഇയാളെ അനൗൺസ് ചെയ്ത ആളെ നോക്കിട്ടെ എങ്ങനെയുണ്ടെന്ന് ഈ സാധനം. മറ്റേ സിമ്പലിന്റെ മേളിൽ ഒരു സാധനം ഇട്ട് തന്നത് ചെറിയ സാധനമല്ലെന്ന്. മധുലാൽ ഏതായാലും കലക്കി മധുലാൽ.